ഈ ക്യാൻസർ എന്ന രോഗം എപ്പോഴാണ്? ഞാൻ കുറെ നാൾ മുന്നേ, ഇത് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഈ ഒരു ട്യൂമർ ഉണ്ടായിരുന്നതാണ്. അപ്പോഴും ഉണ്ടായിരുന്നു. അതാണ് ഇത്ര സ്റ്റേജ് ആയിപ്പോയത്. അത് അന്ന് ക്യാൻസർ അല്ലായിരുന്നു, പക്ഷെ അന്ന് ക്യാൻസർ ആകാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാണ്. അന്നേ എന്നോട് പറഞ്ഞ ഇത് എടുത്ത് കളയണമെന്ന്. അത് ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല, പിന്നീടാണ് പറയുന്നത്. എനിക്ക് പേടിയായിരുന്നു കീറ ഓപ്പറേഷൻ ചെയ്യുമോ. ട്യൂമർ ഉണ്ടായിരുന്നു, അന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥ ഞാൻ ചോദിക്കട്ടെ. 10ാം ക്ലാസ്സിൽ ഇത് അറിയുമെന്ന് പറഞ്ഞിരുന്നു, പിന്നീട് ഇത് പോകെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അതിനൊരു ട്രീറ്റ്മെന്റ്? ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ്, വീട്ടുകാരോട് പോലും അറിയിച്ചില്ല. സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയ ആ സമയത്താണ്. ഒരു 3 മാസത്തെ ഡിഫറെന്റ് സബ്സ്ക്രിപ്ഷന് 3 മാസം പൈസ കിട്ടി. എനിക്ക് 5 ലക്ഷം 4 ലക്ഷം രൂപ വരെ കിട്ടിയായിരുന്നു സബ്സ്ക്രിപ്ഷനിൽ തന്നെ. പക്ഷെ ഇപ്പൊ അതും ഇല്ല. ഇപ്പൊ എനിക്ക് ഒരു വരുമാനവും ഇല്ല. സബ്സ്ക്രിപ്ഷൻ എന്ത് പറ്റി? സബ്സ്ക്രിപ്ഷൻ ഞാനിപ്പോ ചെയ്യുന്നില്ല. ഫോട്ടോസ് എല്ലാവരും കുറഞ്ഞു 3000-4000 പേരുണ്ടായിരുന്നു. നമുക്ക് ക്യാൻസർ ആണല്ലോ, അപ്പൊ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഒരു വീഡിയോസോ ഫോട്ടോസോ, ഇപ്പൊ ഞാനത് രഹസ്യത്തിലിടുന്നു എന്തോ ആയിക്കോട്ടെ. എന്റെ സബ്സ്ക്രൈബേഴ്സിലിടുന്ന എല്ലാം ലീക്ക് ആയിരുന്നല്ലോ, ഭയങ്കര പ്രശ്നം. വീഡിയോ ലീക്ക്, നാക്കിന്റെ വീഡിയോ ഒക്കെ ലീക്കായി ഭയങ്കര സംഭവം. അത് കിച്ചു എടുത്തല്ല അത് പുറത്തിട്ടത്. ആദ്യം ഒരു വ്ളോഗർ, ഇതിനകത്ത് ഈ പറയുന്ന തെണ്ടി വ്ളോഗർമാരല്ലേ ഇതിനകത്ത് പേര് മാറ്റി ഇവന്മാരെല്ലാം സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്ക്രീൻഷോട്ട് ആണ്, സീരിയസ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക, പുറത്ത് വിടുക. അതാണ് ഇവരുടെ പണി, മെയിൻ പണിയാണ്. ഇത് ഭയങ്കര സംഭവമായിരുന്നു. ഓരോ ദിവസം കണ്ടിട്ട് വേണ്ടേ. ഇപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് എടുക്കുക, ഇവന്മാര് കണ്ട് ആസ്വദിക്കുക, അതിന് പുറത്ത് വിടുക. ഇതായിരുന്നു പരിപാടി. എനിക്കത് പറ്റുന്നില്ല, പിന്നെ ഞാനതങ്ങ് വിട്ട്. ഇനിയിപ്പം എഴുന്നേറ്റ് വന്നിട്ട് ഇനിയിപ്പോ അവളിനി ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും GS വ്ലോഗ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെപ്പോലെ ഒരു സാധാരണ വീട്ടിൽ ഒരു ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു പനി പിടിച്ചു. അത് 1ാം തരം പനിയായിപ്പോയി കേട്ടോ. ശരീരം കംപ്ലീറ്റും വേദനയും തലവേദനയും, പിന്നെ എന്താണ്, കണ്ണ് തുറക്കാൻ പറ്റാത്ത അളവിന് പനിയായിപ്പോയി. ആ ഒരു അവസ്ഥയിൽ ശരിക്കും പെട്ടുപോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എനിക്കൊരു 1.5 ആഴ്ചയിൽ കൂടുതലായി ആ പനി ഒന്ന് സെറ്റായി കിട്ടാൻ. ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട്, അതായത് ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ടാണ് ഞാനൊന്ന് എണീറ്റിരിക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ അതിനുശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ട്. കണ്ണിൻ്റെ ഒരു സൈഡിൽ കൂടി നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ കൂടി പോട്ടെ, അത് എല്ലാവർക്കും ഉള്ളത് തന്നെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി പ്രബിനും പനി പിടിച്ചു. വീട്ടിലെല്ലാവർക്കും പനി പിടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ പ്രബിനും കൂടെ പിടിച്ചപ്പം ശരിക്കും പെട്ടുപോയെന്നായി. പക്ഷേ പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കൊണ്ട് തന്നെ കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് കൊണ്ട് അവന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാതെ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും കരുതലും സ്നേഹവും എല്ലാം അവനോട് കൂടെ തന്നെ ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം ഈ പ്രാവശ്യത്തെ പനിയിൽ നിന്ന്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അങ്ങ് പോകുന്നു ഒരുവിധം. പിന്നെ പ്രബിനെ കഴിഞ്ഞ ഇന്നത്തെ ഷോർട്സിൽ പറഞ്ഞതുപോലെ ഓണമൊന്നുമില്ല കേട്ടോ. ഒരു സദ്യ മാത്രമായിട്ടുള്ള ഒരു അവൻ്റെ കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓണമെന്ന് പറയുമ്പോൾ സദ്യയാണല്ലോ. അപ്പോൾ ആ ഒരു സദ്യ ചെറിയ രീതിയിലുണ്ടാവും, അല്ലാതെ വേറെ വലിയ രീതിയിൽ ആ ഒരു ഓണ ആഘോഷമോ പരിപാടികളോ ആയിട്ടോ ഒന്നും ഈ വർഷം ഇല്ല. അത് ഞാൻ മുൻകൂട്ടി പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുമല്ലോ നമ്മുടെ വീഡിയോസൊക്കെ, ഓണത്തിനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓണം ഇല്ല, ഹോസ്പിറ്റൽ വീട് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോണത് കൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണം വലിയ രീതിയിലൊന്നുമില്ല. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. പ്രബിന് സ്കൂളിൽ നിന്ന് അവളുടെ പ്രിൻസിപ്പാൾ ഒരു ടീഷർട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതേ ഉള്ളൂ ഇതുവരെ. മറ്റൊന്നും ഡ്രസ്സും എടുക്കാൻ പോകണമെന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ല. അവനും വേണമെന്നില്ല, അവന് ഹോസ്പിറ്റലിൽ പോണ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും അവനും അങ്ങനെ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ വർഷത്തെ ഓണം നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെയാണ്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എല്ലാം ദൈവത്തിൻ്റെ
കയ്യിലാണ്. അപ്പോൾ അതങ്ങനെ പോട്ടെ, അത് ഏത് രീതിയായാലും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചുറ്റിക്കറങ്ങി കുറേ വീഡിയോസ് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പനിയായതുകൊണ്ടും അല്ല, അതുമാത്രമല്ല അവരുടെ കണ്ടൻറ്റുകൾ ഇനി എടുത്ത് ചെയ്യണ്ട എന്നുള്ള രീതിക്കും ഞാൻ വിട്ടതാണ്. ഓൾറെഡി എല്ലാവരും വിട്ടത് തന്നെയാണ്. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാ ചാനലുകാരും അവരുടെ കണ്ടൻറ്റ് ഇനി എടുത്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് വിട്ടത് തന്നെയാണ്. അതോടെ അവരുടെ വ്യൂ തന്നെ നല്ല രീതിയിൽ അവരുടെ ചാനലിൽ നിന്ന് കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 50, 60, 30 ഈ ഒരു വ്യൂവിലാണ് ഇപ്പോൾ ഓൾറെഡി അവരുടെ ചാനൽ നിൽക്കുന്നത് തന്നെ. അതായത് അതുകൊണ്ട് അവർക്ക് ഈ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ചിലവർക്ക് അങ്ങനെയാണ്, പോസിറ്റീവിനോട് വലിയ താല്പര്യമില്ല, നെഗറ്റീവിനോടാണ് താല്പര്യം. നമ്മുടെ ചാനലിലൊക്കെ നെഗറ്റീവ് വരുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് തളരുന്നത്. പക്ഷേ ഈ രേണുസുതിയെ സംബന്ധിച്ച് ഈ ക്യാൻസർ എന്നുള്ള രോഗം വെച്ചും അല്ലാതെയും സെലിബ്രിറ്റി എന്നുള്ള രീതിയിലും ഒക്കെ ആയിട്ട് അവർക്ക് നെഗറ്റീവാണ് താല്പര്യം കൂടുതലെന്ന് എനിക്കിപ്പോൾ കൂടുതലായിട്ട് മനസ്സിലായി. നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതൽ നന്നായിട്ട് എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് അവർ കണ്ടൻറ്റുകൾ എടുത്ത് ചെയ്യണ്ടാമെന്നുള്ള രീതിയിലായിപ്പോയി. കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സപ്പോർട്ട് കാരണമോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ അവരുടെ വ്യൂവ്, അവരുടെ ആ ഒരു നെഗറ്റീവ് എല്ലാം കുറഞ്ഞ് നല്ല രീതിയിൽ പോസിറ്റീവിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് വീണ്ടും കണ്ടൻറ്റുകൾ ഉണ്ടാക്കി നെഗറ്റീവുകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവർക്ക് നെഗറ്റീവ് എന്ന് പറയുന്നതാണ് ഒരു കിരീടം പോലെ അവർ കാണുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ നോക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് അതിൽ നിന്നും ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറയുന്നത് അവരുടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 10ാം ക്ലാസ് മുതലേ അവർ ഓൾറെഡി നേരത്തെ പറയുന്നതാണ്, അവർക്ക് ട്യൂമർ ഉണ്ടായിരുന്നു, ഒന്നും ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്നും വീട്ടുകാരൊന്നും അറിയിച്ചില്ലെന്നും ഇവർക്കിത് നേരത്തെ അറിയാമായിരുന്നു. ഇതൊക്കെ ഓൾറെഡി കള്ളത്തരങ്ങളാണെന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മളൊന്നും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒന്നും ഇതേപോലെ ഒറ്റയ്ക്കൊന്നും ഹോസ്പിറ്റലിൽ പോവുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഡോക്ടർ നമ്മളോട് ഈ ഒരു കാര്യം പറയുകയോ ഒന്നും ചെയ്യില്ല. അത് ഓൾറെഡി എല്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടർ അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ സാധാരണക്കാരെല്ലാം ജീവിക്കുന്ന ഒരു നാടാണല്ലോ. അവരും ഈ കോട്ടയം എന്നും പറയുന്നതും അതൊരു ജില്ലയാണല്ലോ. അതായത് തിരുവനന്തപുരവും കൊല്ലവും പാലക്കാടും തൃശ്ശൂരും ഒക്കെയുള്ള ഒരു ജില്ല പോലെ തന്നെയല്ലേ ഒരു ജില്ലയാണ് ണല്ലോ ഈ കോട്ടയം ജില്ലയിൽ. അപ്പോൾ അവിടെയുള്ള ഡോക്ടറും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായമായിരിക്കാം. ചിലവർക്ക് ഈ 14, 15 വയസ്സായ കുട്ടികളെ വിളിച്ചിരുത്തി ഡോക്ടർ സെപ്പറേറ്റ് നിനക്ക് ഇതുപോലെ ബ്രസ്റ്റിൽ ട്യൂമർ ഉണ്ട്, ഭാവിയിൽ ഇതൊരു ക്യാൻസർ ആകാം എന്ന് ഒരു ഡോക്ടർ 14, 15 വയസ്സായ കുട്ടിയോട് രഹസ്യമായിട്ട് പറയുമെന്ന് തോന്നുന്നവരും ഉണ്ടാവാം. എന്നെ സംബന്ധിച്ച് എനിക്കത് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല. അത് ആ രീതിയിൽ തന്നെ പോട്ടെ, അവൾ പറയണ എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാനത് വിട്ടതാണ്. പക്ഷേ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറയാൻ വരികയാണെങ്കിൽ പറഞ്ഞു കേട്ട് നിങ്ങളെല്ലാവരും കേട്ട് കാണും. 4-5 ലക്ഷം രൂപയോളം കിട്ടിയതാണ്. ഇപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നില്ല. എല്ലാവരും സബ്സ്ക്രിപ്ഷനെല്ലാം അവർ പിൻവലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും പിന്നെ ഇതിൽ നിന്നെല്ലാം ഒരു മുക്തി നേടി വന്നു കഴിഞ്ഞാൽ പണത്തിന് വേണ്ടിയിട്ട് ഇനിയും ചെയ്യും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതുമായിട്ടൊന്നും എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വയ്യായ്മയിൽ കടന്നിട്ട് ഫസ്റ്റ് കീമോ, സെക്കൻഡ് കീമോ, തേർഡ് കീമോ, ഇന്നലെ 4th കീമോയും എടുക്കാൻ പോയിട്ടുണ്ട് ആൾ. എന്തായാലും ഇന്നലെയാണ് 4ാമത്തെ കീമോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു കീമോ എടുത്ത് ഇരിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് 10-12 ദിവസം എന്തായാലും പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മോൻ അനുഭവിച്ച കഷ്ടങ്ങൾ എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് അവരെ കൊണ്ട് പിടിച്ചിരിക്കുക. ആ സമയത്ത് ജപമാല കയ്യിലെടുക്കും, ഒരു ബൈബിള് കയ്യിലെടുക്കും. ഒരു കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ ജപമാലയും. അതെന്തായാലും ഉണ്ടായിരുന്നു. ഇനിയുള്ള കാലം ദൈവം നീട്ടിത്തരികയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി പോവും എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ സബ്സ്ക്രിപ്ഷനും തുടങ്ങി നാക്കിട്ട് ചുഴത്തിയുള്ള ആ ഒരു കോപ്രായങ്ങളും പിന്നെ ഡ്രസ്സിൻ്റെ ആ ഒരു വലിപ്പക്കുറച്ചിലുകൾ എല്ലാം കൂടെ കാണിച്ച് പറക്കിയെടുത്ത് ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങി വീണ്ടും ഇതിലോട്ട് പോവുകയാണെങ്കിൽ ദൈവം എന്താണ് ഇവർക്ക് വീണ്ടും ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ഒരു മനുഷ്യൻ്റെ നെഞ്ചിലും, അതായത് കണ്ണിലും കണ്ടിട്ടില്ല, ചെവിയിലും കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു വചനം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്ന് ഞാൻ മെയിനായിട്ട് വന്ന ഒരു കാര്യം എന്ന് പറയണത്, ഈ രേണുസുതി ഇതേ ഇൻ്റർവ്യൂവിൽ കൊടുത്ത് പറയുകയാണ് സെലിബ്രിറ്റികൾക്കാണ്
ക്യാൻസർ വരുന്നത് എന്നാണ് ഉള്ള രീതിയിലാണ് പറയുന്നത്. രേണുസുധിയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, ഈ ലോകത്ത് സെലിബ്രിറ്റികളെ മാത്രമായിരിക്കും രേണുസുധി കണ്ടിട്ടുള്ളത് ക്യാൻസർ എന്നുള്ള രീതിയിൽ. RCCക്കകത്തോ വന്ന് നോക്കണം എത്ര സെലിബ്രിറ്റികളാണ് അതിനകത്ത് കിടക്കുന്നതെന്ന്. കൊച്ചു കുട്ടികളടക്കമാണ് അവിടെ ക്യാൻസറായിട്ട് കിടക്കുന്നത്. ഓരോരോ കൊച്ചു കുട്ടികൾ, വലിയ ആൾക്കാർ, നമ്മുടെ പ്രഭിൻ്റെ ഏജിലുള്ള കുട്ടികൾ, അതിനേക്കാളും പ്രായം കൂടിയവർ, പ്രായം ചെന്നവർ, ഇവരെല്ലാവരും സെലിബ്രിറ്റികളാണോ? ഇവരെയൊക്കെ രേണുസുധി കണ്ടിട്ടുണ്ടോ? സിനിമയിലുള്ള 4-5 പേരെയാണ് രേണുസുധിക്ക് ക്യാൻസർ വന്ന് അറിയാമെന്നുള്ളത് അല്ലേ. അപ്പോൾ അവർ സെലിബ്രിറ്റികളായിരിക്കാം. രേണുസുധിയും സെലിബ്രിറ്റിയാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പൊക്കി പറയുകയാണ്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് സാധാരണക്കാരിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. രേണുസുധിയെ സെലിബ്രിറ്റി ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറേ പേര് എന്നോട് ചോദിച്ചു, ചേച്ചി ഞങ്ങളുടെ വീടിനടുത്തുള്ളവരാണ്, അതല്ലാതെയും എൻ്റെ കുറേ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, ഷിജി ചേച്ചി ഇതുപോലെ ഈ രേണുസുധി എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ചേച്ചി ചെയ്യുന്നുണ്ടല്ലോ, അതാരാ ചേച്ചി ഹോസ്പിറ്റലിൽ പരിചയപ്പെട്ടതാണോ? സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ ചിരിയാണ് വന്നത് ആദ്യം കേട്ടപ്പോൾ. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല ഈ രേണുസുധി ആരാണെന്ന്. രേണുസുധി സ്വന്തമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് സെലിബ്രിറ്റി ആയതുകൊണ്ട് ക്യാൻസർ വന്നു എന്ന്. ഇതൊക്കെ ഒരു വലിയൊരു കാര്യമാണോ രേണുസുധി? ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ കാര്യമാണ്. രേണുസുധിക്ക് ക്യാൻസർ കൊണ്ട് എന്താണ് ഗുണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്ക് ക്യാൻസർ വന്നതോടെ ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ ഫ്ലാറ്റാണ്, തറയിൽ കിടക്കുകയാണ്. രേണുസുധി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. രേണുസുധിക്ക് ക്യാൻസർ വന്നിട്ട് രേണുസുധിക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ ലാഭമുള്ളതുപോലെ, ഈ ഒരു അസുഖത്തിൽ നിന്ന് എന്തോ ലാഭമുള്ളതുപോലെയുള്ള സംസാരമാണ് രേണുസുധിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മൂലം എനിക്ക് മനസ്സിലായത്. വലിയ രീതിയിൽ ഭയങ്കര ചിരിച്ചും കൊണ്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പറയാണ് സെലിബ്രിറ്റികൾക്കാണ് ഈ. ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ആ ഒരു വാക്ക് അവൾ പറയണത്. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. സെലിബ്രിറ്റിക്ക് വരുന്ന രോഗം പോലെ എന്താണ് നമ്മള് സിനിമാ നടിമാർ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ടെന്ന് എനിക്കറിയോ? ശരിയാണ്. നിങ്ങൾക്കത് മനസ്സിലായല്ലോ? എന്ത് കൂളായിട്ടാണ് ചിരിച്ചും കൊണ്ട് അവൾ അത് പറയണത്. സെലിബ്രിറ്റികളാണ് പോലും. അവൾ സെലിബ്രിറ്റി ആണെന്ന് അവൾക്ക് തോന്നാം, പക്ഷേ അത് നമുക്കും കൂടെ തോന്നണം അല്ലേ? എന്തായാലും അത് ഇത്രയും തരം താഴാൻ പാടില്ല. ഈ ഒരു അസുഖത്തിൻ്റെ പേര് നേരത്തെ വിധവ എന്നുള്ള പേരിലായിരുന്നു, സുധീര പേരിലായിരുന്നു, അങ്ങനെ കുറേ കണ്ടന്റുകൾ അവൾ ഇറക്കി നോക്കി. അതിൽ നിന്നെല്ലാം ഇങ്ങനെ കയറി വന്ന് ഇപ്പോൾ ഒരു ക്യാൻസറിൻ്റെ രോഗം വെച്ചിട്ടാണ് ഇപ്പം കയറാൻ നോക്കുന്നത്. എന്തായാലും രേണുസുധി ചെയ്യുന്നത് മഹാ തെണ്ടിത്തരമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്രയായാലും നെഗറ്റീവ് തന്നെ രേണുസുധി ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വീഡിയോയിൽ പറയാണ് ആ കിച്ചു കുട്ടിയെ അവളെ വളർത്തുമോനെ കുറിച്ച് തീരെ മോശമായിട്ടാണ് പറയുന്നത്. അതൊക്കെ പോട്ടെ, ഈ ഒരു കുട്ടിയെ കുറിച്ച് മാത്രമല്ല, ഒരു ബ്ലോഗർ അതുൽ ബ്ലോഗർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അതുലിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു കാറ് വാങ്ങി, അതുവരെ വലിയ പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ മറ്റൊരാളുടെ വളർച്ചയിൽ നല്ലതുപോലെ അസൂയ, കെടുവ്, വഞ്ചകം, കുശുമ്പ്, ഇങ്ങനെ പല രീതികളിൽ പറയാവുന്നുള്ള ഈ ഒരു അസുഖം രേണുസുധിക്ക് നല്ല രീതിയിലുണ്ട്. അതേപോലെ തന്നെ കിച്ചുവിൻ്റെ വളർച്ചയിലും ആ ഒരു കുശുമ്പ് കാണുന്നുണ്ട്. ആ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് കേട്ടോ. ഇത് നമ്മളായിട്ട് ഉണ്ടാക്കി പറയണതല്ല, ഇത് രേണുവായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. നിങ്ങൾ അവിടുത്തെ വീഡിയോ ചെന്ന് കാണുക. എനിക്ക് അവിടെ എടുത്ത് വയ്ക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ വയ്ക്കാത്തത്. നിങ്ങൾ ചെന്ന് കാണുക ആ ഇൻ്റർവ്യൂ, അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ അതുൽ വ്ളോഗിനെ പറയുന്നതും അങ്ങനെ തന്നെയാണ്. കാറ് വാങ്ങി കാറിൽ കയറി നെളിഞ്ഞു പോണു, എന്തുവാണ് നീ കറങ്ങുന്ന, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് അവളെ വിറ്റിട്ടാണ് ഈ അതുൽ കാറ് വാങ്ങിയെന്ന് വരെ പറയണം. എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സംസാരത്തിൽ നിന്ന് നല്ല രീതിയിൽ അസൂയ, കുശുമ്പ്, കുന്നായ്മ എല്ലാം ഉണ്ട് ആ ഇതിൽ തന്നെ. അതുപോലെ തന്നെ ആ കുട്ടി ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചുവും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നല്ലൊരു ഷോപ്പിംഗ് ഒക്കെ തുടങ്ങി, ഉദ്ഘാടനമൊക്കെ ചെയ്തു. കലക്ടറൊക്കെ വന്നാണ് ഉദ്ഘാടനം ചെയ്ത്. അതിലൊക്കെ നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് സന്തോഷിക്കേണ്ട കാര്യങ്ങൾ ഇത്ര വൾഗറായിട്ട് ചിന്തിക്കാൻ രേണുസുധിയെ കൊണ്ടേ കഴിയൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും ആ കൊച്ചിനെ തീരെ അങ്ങ് തരം താഴ്ത്തുകയാണ്. അവൻ അങ്ങ് രക്ഷപ്പെട്ടു പോവൂ എന്നുള്ള രീതിയിലുള്ള ഒരു തരം മാനസികമായിട്ട് എന്തോ പ്രശ്നം
രേണുസുതിക്കുണ്ട് എന്നാണ്. സത്യത്തിൽ രേണുസുതിക്ക് ക്യാൻസർ ആണോ, ഇനി തലയ്ക്കകത്ത് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വരെ എനിക്ക് ചില സമയങ്ങളിൽ ചിന്തിച്ച് പോകും. അഭിപ്രായമുള്ള വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഇവർക്ക് ക്യാൻസർ ആണോ, ഇനി തലയ്ക്കകത്ത് വല്ല അസുഖമാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. കാരണം രേണുസുതിക്ക് വേണ്ടി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത സജീന എന്ന് പറയുന്ന വ്ളോഗർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സജീനയെ. അപ്പോൾ അവൾ ശരിക്കും അവളുടെ മനസ്സ് വേദനപ്പെടുത്തുന്ന രീതിയിൽ വരെ സജീന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ എന്തെങ്കിലും നല്ല രീതിയിൽ വേദന ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് നല്ല രീതിയിൽ വിഷമം തോന്നി. കാരണം ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തല്ലോ. ഇവർക്ക് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ സബ് ചെയ്ത എല്ലാവരും കുറേ പേര് അൺസബ് ആയി പോയിട്ടുണ്ട്, ഇവർക്ക് സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ. പക്ഷേ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങി തിരിച്ച എന്നെ വേണോ ആദ്യം അടിക്കാനെന്ന് പറയേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആരെന്ത് പറയട്ടെ, ഒരു 10 പേര് നെഗറ്റീവ് പറയുകയാണെങ്കിൽ 10 പേര് പോസിറ്റീവ് എന്തായാലും പറയും ഒരു വീഡിയോയ്ക്ക് അല്ലേ. അപ്പോൾ ആ ഒരു പോസിറ്റീവ് കണ്ടിട്ട് പലരും പറയാം, ഇനിയാണെങ്കിൽ ഈ വീഡിയോയിലും പറയും കേട്ടോ, നിൻ്റെ മോനും ക്യാൻസർ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ വന്നിരുന്ന് കുറ്റം. ഒരിക്കലല്ല, എൻ്റെ മോനൊന്നും ഇതുപോലെയുള്ള വൾഗറായിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യില്ല. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനറിയാം, 15 വയസ്സ് 16 വയസ്സായ ഒരു കുട്ടിക്കറിയാം ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്. പ്രാർത്ഥന, മറ്റുള്ളവരുടെ സഹായങ്ങൾ, സഹകരണങ്ങൾ, അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ, ഇങ്ങനെയൊക്കെ അവന് മുന്നോട്ട് പോകാൻ പറ്റൂ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അനുഗ്രഹം മുന്നിലുണ്ടെങ്കിൽ മാത്രമേ ഇനി നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞൊരു 16 വയസ്സായ കുട്ടിക്ക് അറിയാം. പക്ഷേ 35 വയസ്സായ രേണുസുതിക്ക് ഈ ഒരു സംഭവം അറിയില്ല. അവൾക്ക് വേദന വരുമ്പോൾ മാത്രം ദൈവം, വേദന അങ്ങോട്ട് അല്പം മാറി നിൽക്കുന്ന സമയത്ത് സബ്സ്ക്രിപ്ഷനും നാക്ക് ചുഴത്തി കളിക്കുന്ന കളിയുമാണ്. ഇനിയിപ്പോൾ എൻ്റെ പുറകിൽ എന്ത് വന്നാലും അതെനിക്കൊരു വിഷയമേ അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് രേണുസുതി ഈ സെലിബ്രിറ്റികൾക്കാണ് ക്യാൻസർ വരുന്നതെന്നുള്ള ആ ഒരു വാക്ക് അങ്ങ് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. രേണുസുതി ക്യാൻസർ ആണ്, സമ്മതിച്ചു. ഒരു ക്യാൻസർ രോഗിക്ക് ഇത്രയും അഹങ്കാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഇത്രയും നല്ല രീതിയിൽ ഒരു വീഡിയോസ് ഞാൻ കണ്ടു, എൻ്റെ പൊന്നി എന്തൊക്കെ തെറിയാണ് രേണുസുതി അതിൽ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ തന്നെ പറയൂ എന്ന് പറഞ്ഞിട്ട് ഇത്രയും അഹങ്കാരത്തോടെ നല്ല ശാഠ്യത്തോടെ ഇങ്ങനെയൊക്കെ പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടോ രേണുസുതി? ഇപ്പോൾ അതിനുള്ള ആരോഗ്യം ഉണ്ടോ? ദൈവത്തെ ഓർത്ത്, ദൈവത്തെ വിചാരിച്ച് നല്ല രീതിയിൽ നാവടക്കി വെച്ച് പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. നെഗറ്റീവ് അല്ലേ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് പിന്നെ കാര്യമില്ല. എന്തായാലും എൻ്റെ നാവിൽ നിന്ന് ഒരു പോസിറ്റീവും രേണുസുതി പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രേണുസുതി ആഗ്രഹിക്കുന്നുമില്ല പോസിറ്റീവ്, നെഗറ്റീവ് മാത്രം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് എൻ്റെയും തീരുമാനം. അപ്പോൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. നിങ്ങളുടെ മൈൻഡിലുള്ളത് ഇട്ടാൽ മതി. എൻ്റെ കുട്ടിയെ സംബന്ധിച്ചിടണ്ട, നിങ്ങളുടെ മൈൻഡിൽ ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് ഇടുക. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും പുതിയതായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.